ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 27 നക്ഷത്രക്കാർക്കും ഞാനീ പറയുന്ന ഒരു ഒരു വരി മന്ത്രം വടക്കോട്ട് തിരിഞ്ഞ് ഞാനീ പറയുന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞാൽ മഹാലക്ഷ്മി നിങ്ങളെ ഒരിക്കലും വിട്ടുപോകുകയില്ല, ലക്ഷങ്ങൾ പുറകെ വരുമെന്നുള്ളതാണ്. ഈ മന്ത്രത്തിന് ഒരു അത്ഭുത ശക്തിയുണ്ട്. ഇത് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഒരു പ്രത്യേക രീതിയിലാണ് ജപിക്കേണ്ടത്. അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് മുഴുവൻ കേട്ടിട്ട് ചെയ്യുക. കാരണം സത്യസന്ധമായിട്ട് ഹൃദയത്തിൽ നിന്ന് പറയാനാണ് ഈ മന്ത്രം സാമ്പത്തിക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭഗവാന് പാദം തൊട്ടാണ് പറയുന്നത്. ഈ മന്ത്രം ഞാൻ ജപിക്കുന്നതാണ്. ഇത് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മന്ത്രമാണ്. അപ്പം നിങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്താൽ, മുഴുവൻ വീഡിയോ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലും സാമ്പത്തികമായ അഭിവൃദ്ധി, ഒരുപാട് മാറ്റങ്ങൾ, ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായി വരും. അപ്പം ഈ മന്ത്രത്തിൻ്റെ ചെയ്യേണ്ട രീതിയും അതിൻ്റെ രഹസ്യങ്ങളും അറിഞ്ഞിട്ട് മുഴുവൻ വീഡിയോ കേട്ടിട്ടേ ചെയ്യാവുള്ളൂ. അതാ ഫലം കിട്ടത്തുള്ളൂ. ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ മുഴുവൻ അറിഞ്ഞിട്ടേ ചെയ്യാവുള്ളൂ, അപ്പോഴേ അതിന് ഫലം കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ പ്രയോജനം കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എത്രയോ ആളുകളുണ്ട്, അവരൊക്കെ എത്രയോ സമ്പത്തിലേക്ക് വന്ന ആളുകളുണ്ട്. ഇതുപോലെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് ചെയ്താണ് അവർക്കൊക്കെ ഉയർച്ച ഉണ്ടായിട്ടുള്ളത്. അതുപോലെ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അവരുടെ എല്ലാം ജീവിതം മാറും, സാമ്പത്തികവും വരും. ഇത് ഞാനീ പറയുന്ന ഈ മന്ത്രം വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഞാൻ പറയുന്ന രീതിയിൽ പറയണം, ജപിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മന്ത്രം ജപിച്ച് തന്നെ പേഴ്സിലും പണം വയ്ക്കാം. മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. ഈ സാമ്പത്തികമായിട്ട് ജീവിതം അടിമുടി മാറ്റുന്ന അത്ഭുതകരമായ ഒരു കാര്യമാണ്. എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു കൊടുത്തവർക്ക് അത് ഗുണം കിട്ടിയിട്ടുണ്ട്, ശരിയായിട്ട് ചെയ്തവർക്ക്. വിശദമായിട്ട് പറഞ്ഞുതരാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യ, ജ്യോതിഷ, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളൊരു വാട്സപ്പ് ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും, നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ല ചെയ്യാതിരിക്കുക. ഇനി നിങ്ങൾക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഇപ്പം നിങ്ങളുടെ മോനൊരു ഗൾഫിലേക്കുള്ള തടസ്സപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പ്രൊമോഷന്, അല്ലെങ്കിൽ ഒരു കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യം ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ ചുരുക്കി ചെറിയൊരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ ഇട്ടാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം ഞാൻ പറഞ്ഞു തരും. പിന്നെ നിങ്ങളത് ശരിയായ രീതി വിശ്വാസത്തോടെ ചെയ്യുകയും പ്രവർത്തിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾക്കത് അനുഭവമാകും, അല്ലെ അനുഭവം ആകത്തുമില്ല. ശരിയായിട്ടൊക്കെ അത് മനസ്സിലാക്കി ചെയ്തവർക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്. അതിന് ഫീസൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരും. അപ്പം എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓം നർപ്പവി നർപ്പവി. പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ സാധിക്കത്തില്ല. അതിനാണ് വാട്സപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാം വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ 27 നക്ഷത്രക്കാർക്കും ചെയ്യാം. അപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു ചെറിയൊരു സന്തോഷം പറഞ്ഞേക്കാം. ചെറിയ കാര്യമാണ്, പക്ഷെ എനിക്കൊരു സന്തോഷം തോന്നിയതുകൊണ്ടാണ്. ഇന്നൊരു ഇവിടെ ഒരു അമ്മ വന്നപ്പം അവർ മോൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഒരു ബുക്ക് എനിക്കിവിടെ തന്നു. അപ്പോൾ ചെറിയൊരു കാര്യം ആണെങ്കിൽ പോലും നമുക്കതൊരു സന്തോഷമാണ്. ഒരു എഴുതുന്നൊരു ബുക്കാണ്. ഇത് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഒരു സന്തോഷം ഞാൻ പങ്കുവെച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതായത് അശ്വതി, ആയില്യം, അനിഴം, പൂരിരുട്ടാതി, ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി, കാർത്തിക, പൂരം, മൂലം, രേവതി, രോഹിണി, ഉത്രം, പൂരാടം, മകയിരം, അത്തം, ഉത്രാടം, തിരുവാതിര, ചിത്തിര, തിരുവോണം, പുണർദം, ചോതി, അവിട്ടം, വിശാഖം, പൂയം, ചതയം. ഈ നക്ഷത്രക്കാർ 27 നക്ഷത്രം വന്നിട്ടുണ്ട്. ഞാനിത് DNA അസ്ട്രോളജി തമിഴ് സിദ്ധ ജ്യോതിഷം അനുസരിച്ച് കർമ്മ ബേസിൽ പറഞ്ഞതേ ഉള്ളൂ. മനസ്സിലായില്ലേ? അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി സൂര്യകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതി ചന്ദ്രകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, കാർത്തിക, പൂരം, മൂലം, രേവതി ചൊവ്വാകർമ്മ വരുന്ന നക്ഷത്രങ്ങളെ, രോഹിണി, ഉത്രം, പൂരാടം ബുധകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, മകയിരം, അത്തം, ഉത്രാടം വ്യാഴകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, തിരുവാതിര, ചിത്തിര, തിരുവോണം ശുക്രകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, പുണർദം, ചോതി, അവിട്ടം ശനികർമ്മ വരുന്ന നക്ഷത്രങ്ങൾ, പൂയം, വിശാഖം, ചതയം രാഹുകർമ്മ വരുന്ന നക്ഷത്രങ്ങൾ. അങ്ങനെ പറഞ്ഞു 27 നക്ഷത്രം ഇതിനകത്ത് വരുന്നുണ്ട്. ഈ നക്ഷത്രക്കാർ ഒന്നുകിൽ തന്നെ ഇങ്ങനെയുള്ള കൃഷ്ണന്റെ ഒരു ചെറുതാണ്,
ഒരു ചെറിയ പ്രതിമ വാങ്ങുക. പോക്കറ്റ് വെക്കാനും പകുതി ചെറുതാ, അടുത്ത് കാണിക്കുമ്പോൾ വലുതായിട്ട് ചിലപ്പോൾ തോന്നും ചെറിയതാണ്. അല്ല എന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനത്തെ ഒരു പ്രതിമ, ഇത് ക്ഷേത്രത്തിനടുത്ത കടകളിലൊക്കെ വിൽക്കാൻ കിട്ടും. ചെറുതാ കേട്ടോ, അടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. അടുത്ത് കാണിക്കുമ്പോൾ ചില വലുതായിട്ട് തോന്നും, ചെറിയൊരു ഇതിലേതെങ്കിലും ഒരെണ്ണം വാങ്ങുക, ചെറിയ കൃഷ്ണന്റെ. അപ്പം ഈ ചെറിയ കൃഷ്ണന്റെ ഇത് കയ്യിൽ പിടിക്കണം, വലത് കയ്യിൽ പിടിച്ച് ഒരു നാണയമോ ഒരു നോട്ടോ 10 രൂപയോ 20 രൂപയോ എത്ര രൂപ വേണേലും ഒരു നാണയമോ ഒരു നോട്ടോ ഏതെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് ഈ മന്ത്രം ജപിക്കണം. ഈ മന്ത്രത്തിന് ഞാൻ പറഞ്ഞല്ലോ അനുഭവമുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയുണ്ട്. ഈ മന്ത്രത്തെക്കുറിച്ച് ചില രഹസ്യം കൂടെ അറിഞ്ഞിട്ടേ ഇത് ചെയ്യാവുള്ളൂ കേട്ടോ. ഞാൻ പുറകെ പറഞ്ഞുതരാം. മന്ത്രം ഇതാണ്: യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഇത് ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എഴുതിയിടാം, അതുകൂടെ നോക്കിയിട്ടേ ജപിക്കാവുള്ളൂ. അതൊരു 3 തവണ വടക്കോട്ട് തിരിഞ്ഞു നിന്നു ചെറിയൊരു കൃഷ്ണന്റെ ഒരു ചെറിയ പ്രതിമ കയ്യിൽ പിടിച്ച് അതിൻ്റെ കൂടെ ഒരു നാണയമോ 5 രൂപയോ 10 രൂപയോ 2 രൂപയോ അല്ലെ നോട്ട് 10 രൂപ 20 രൂപയോ 50 രൂപയോ 100 രൂപയോ 500 രൂപ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഒരു നോട്ടോ ഒരു നാണയമോ ഏതെങ്കിലും ഒന്ന് കയ്യിൽ പിടിച്ച് വടക്കോട്ട് തിരിഞ്ഞു നിന്ന് വാ കൊണ്ട് 3 തവണ രാവിലെ നിങ്ങൾ കുളി കഴിഞ്ഞ് വന്ന് കുളിമുറയിൽ നിന്നുള്ള പ്രാർത്ഥനയെല്ലാം ചെയ്ത് കഴിഞ്ഞ് കൈ നന്നായി തോർത്തിയിട്ട് വെള്ളമയം കാണരുത്, വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യണം. കാരണം നോട്ടൊക്കെ കൈ പിടിക്കുമ്പോൾ വെള്ളമയം പാടില്ല കേട്ടോ. കൈയെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് നിങ്ങൾ ഈ വിദ്യ ചെയ്യുക. വടക്കോട്ട് തിരിഞ്ഞെന്ന് ചെയ്യണം. വാ കൊണ്ട് 3 തവണ ജപിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ നോട്ട് നിങ്ങളുടെ പേഴ്സിനകത്ത് വെക്കാം. പിന്നെ ഭഗവാന്റെ ഈ പ്രതിമ കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ നിങ്ങൾ ഇടത് കൈയിലേക്ക് മാറ്റി കണ്ണുകൊണ്ട് നോക്കാതെ തന്നെ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റിൽ വെക്കാം. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ ഇടത് ചുരിദാറിൻ്റെ പോക്കറ്റിൽ വെക്കാം. അല്ലെങ്കിൽ പേഴ്സ് ഉപയോഗിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരുടെ പേഴ്സിൽ വെക്കാം, എവിടെ വേണേലും വെക്കാം. അപ്പോൾ കൂടുതൽ ഫലം നമ്മുടെ ശരീരത്തോട് ചേർന്ന് കിടക്കുമ്പോഴാണ്. ഒന്നോ ഇടത് പാൻറ്റിൻ്റെ പോക്കറ്റ് വെക്കുക, അല്ലെങ്കിൽ ഇടത് ചുരിദാറിൻ്റെ പോക്കറ്റ് സ്ത്രീകളാണ് വെക്കുക. ഇത് അവിടെ ഇരുന്നോട്ടെ. രാവിലെ വൈകിട്ട് പ്രാർത്ഥിച്ച് തന്നെ എടുത്തു വെക്കാം. ഈ മന്ത്രം ജപിച്ച് തന്നെ എടുത്തു വെക്കാം. ഇതിൻ്റെ അകത്തൊരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭഗവാൻ കൃഷ്ണന്റെ ചെറിയ പ്രതിമയെ കയ്യിൽ പിടിക്കുന്നത് ജപിക്കുന്ന മഹാലക്ഷ്മിയുടെ മന്ത്രമാണ്. അതായത് പുരുഷനും പ്രകൃതിയും കൂടെ ചേരുമ്പോഴാണ് പരിപൂർണതയാകുന്നത്. ഭഗവാനെ കൈ പിടിച്ചു കഴിയുമ്പം ഭഗവാന്റെ ഒരു സ്മരണം നമ്മളിൽ ഉണ്ടാകും, ഒരു ചിന്ത, അത് മതി. പിന്നെ ജപിക്കുന്ന മഹാലക്ഷ്മിയുടെ മന്ത്രമാണ്. അപ്പം അവിടെ അപ്പം പുരുഷനും പ്രകൃതിയും ദേവിയും ദേവനും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണമായ ദുരിതങ്ങൾ മാറ്റിത്തരാനുള്ള ഒരു അനുഗ്രഹം അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പൊ ശിവനെ വിളിക്കുവാണെങ്കിൽ ആദ്യം പാർവതീദേവിയെ വിളിച്ചിട്ട് ശിവനെ വിളിക്കണം. അതാണ് അതിന്റെ രഹസ്യം. പുരുഷനും പ്രകൃതിയും ദേവനും ദേവിയും ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാകുന്നത്. അത് ചില രഹസ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ കൃഷ്ണന്റെ പ്രതിമ കയ്യിൽ പിടിച്ചിട്ട് അപ്പം ഭഗവാന്റെ സ്മരണ ഓൾറെഡി മനസ്സിലുണ്ടാവും. മന്ത്രം വാഗുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ മന്ത്രം ജപിക്കുന്നത്. ഈ മന്ത്രത്തിന് അത്ഭുതമായ ശക്തിയുണ്ട്. ഇത് രാവിലെ 3 തവണ വാഗുകൊണ്ട് ജപിക്കുക. വൈകിട്ട് പറ്റുന്നവർ ഇതുപോലെ വടക്കോട്ട് നോക്കി സന്ധ്യയ്ക്കോ അല്ലെ കിടക്കുന്നതിന് മുമ്പായിട്ടോ ചെയ്യുക. ഇനി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് പേഴ്സിൽ പണം വയ്ക്കാം, പണം വർദ്ധിച്ചു വരും. വാഗുകൊണ്ട് ജപിക്കണം, വടക്കോട്ട് നോക്കി എന്ന് വേണം ജപിക്കാൻ. ഇനി കടയും സ്ഥാപനങ്ങളും ഒക്കെ ഉള്ളവർ ഈ മന്ത്രം ജപിച്ചു പണപ്പെട്ടിയിൽ പണം ഇടുക, പണം വർദ്ധിച്ചു വരും. ഈ മന്ത്രത്തിന് അത്ഭുത ശക്തിയാണ്. ഇപ്പൊ എങ്ങനെ ചെയ്താലും ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് പണം വടക്കോട്ട് നോക്കി ഒന്ന് ജപിച്ചിട്ട് വാഗുകൊണ്ട് ജപിച്ചിട്ട് പണപ്പെട്ടി ഇടണം. വാഗുകൊണ്ട് 3 തവണ ജപിച്ചിട്ട് നമുക്ക് കേൾക്കാൻ ശബ്ദത്തിൽ ജപിച്ചാൽ മതി. അത് ഇപ്പോൾ ഒരു കടയുണ്ട്, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആദ്യം 1 തവണ ചെയ്താൽ മതി. പിന്നെ വൈകിട്ടും കച്ചവടം കഴിഞ്ഞും ചെയ്യുക. അങ്ങനെ 2 നേരം ചെയ്താൽ മതി. അല്ലാതെ ഓരോ പ്രാവശ്യം കടയിൽ പണം കിട്ടുമ്പം ചെയ്യണ്ട. വീട്ടിലാണെങ്കിൽ രാവിലെയും വൈകിട്ടും ചെയ്യുക. അങ്ങനെ 2 നേരം ചെയ്താൽ മതി. പിന്നെ നമ്മൾ പേഴ്സിനകത്ത് പണം എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഒക്കെ നമുക്ക് വാഗുകൊണ്ട് 1 തവണ ജപിക്കാം. അല്ലെങ്കിൽ വാഗുകൊണ്ട് ജപിക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ മനസ്സിൽ ജപിക്കാം. പക്ഷെ ഇത് വാഗുകൊണ്ട് ജപിക്കുന്ന കൂടുതൽ ഫലം ഉണ്ടാകുന്നത്, അനുഭവത്തെ അങ്ങനെ കണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗുകൊണ്ട് ജപിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ബാങ്കിന്റെ ATM കാർഡും അതും വേണേൽ കയ്യിൽ പിടിച്ച് വടക്കോട്ട് നോക്കി ചെയ്യുന്ന നമ്മൾ ഈ മന്ത്രം ജപിച്ചാൽ ബാങ്കിലും കൂടുതൽ സാമ്പത്തികം ഡെപ്പോസിറ്റ് ഒക്കെ വരാൻ ഉപകരിക്കും. ഇതിങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു രഹസ്യ കാര്യങ്ങളോട് പറഞ്ഞുതരാം. ഇത് അനുഭവമുള്ള കാര്യമായി പറഞ്ഞുതരുന്നത്. അതായത് ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് ഇവിടെ ആണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. നിങ്ങളെ മറക്കാതെ എടുത്ത് കാണിക്കാൻ വേണ്ടിയാ. ഈ പ്രതിമയും ഇതും
ആ ബുക്കും എല്ലാം ഈ സൈഡിലൊക്കെ വെച്ചിരിക്കുന്നത്. അത് മറക്കാതെ കാണിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നതിൻ്റെ കാര്യം. അപ്പം ഇത് കണ്ടോ, ഇത് ഒരു മൊബൈലിൻ്റെ കവറാണല്ലോ. അപ്പം നിങ്ങൾ എ ടി എം കാർഡ് ഈ മൊബൈലിൻ്റെ ഇവിടെ വെക്കാം, എന്നിട്ട് മൊബൈൽ വെക്കുക. അല്ലെങ്കിൽ മൊബൈലിൻ്റെ ഈ കാണാത്ത രീതിയിൽ ഇതിൻ്റെ അകത്ത് വെക്കാം. സ്ക്രീന് കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതി വേണം ചെയ്യാൻ. അത് നിങ്ങളുടെ യുക്താനുസരണം ചെയ്തോളാം. എന്നാണേലും ഒന്നുകിൽ മൊബൈലിൻ്റെ അടിയിൽ വെക്കുക, എന്നിട്ട് മൊബൈൽ വെക്കുക. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടയ്ക്കുമ്പം കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഈ കാണാത്ത രീതിയിൽ ഹൈഡായിട്ട് ATM കാർഡ് വെക്കണം. പണം വളരെ വർദ്ധിച്ചു വരും. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു പണി പറഞ്ഞുതരാം. ഈ ഹൈഡായിട്ടിരിക്കുന്നതിനകത്ത് കാര്യമുണ്ട്. അതായത് ഇത് കണ്ടോ, പേഴ്സ്. ഈ പേഴ്സിൽ ഇപ്പോൾ ATM കാർഡ് നിങ്ങൾ ഒരു കള്ളിക്കകത്ത് അല്ലെങ്കിൽ ഒരു കള്ളിക്കകത്ത് നിങ്ങൾ, അതായത് ഒരു സിബ് ഇടാവുന്ന ഒരു കള്ളിക്കകത്ത് ഹൈഡായിട്ട് വെക്കുക. ഇനിയും പേഴ്സിനകത്ത് വെക്കാൻ പറ്റിയില്ലെങ്കിൽ മൊബൈലിൽ ഇതുപോലെ ആ മൊബൈലിൻ്റെ കവറിൻ്റെ അടി വെച്ചാൽ മതി. ചില പേഴ്സ് കയ്യിൽ നഷ്ടപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് മൊബൈലിൻ്റെ കവറിൻ്റെ അടി വെക്കുക. വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയാണ് ചെയ്യുക, മൊബൈലിന് പ്രശ്നമില്ലാത്ത രീതി. ഇങ്ങനെ ഈ മന്ത്രം ജപിച്ചു ഈ ATM കാർഡ് വെച്ചാൽ ഉറപ്പാണ് സാമ്പത്തികം അതുപോലെ വരും. കാരണം ഇത് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്. ഞാൻ പലർക്കും പറഞ്ഞു കൊടുത്ത പ്രയോജനം കിട്ടിയിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ATM കാർഡ് നമ്മൾ ഹൈഡായിട്ട് വെക്കുമ്പം നമ്മുടെ മനസ്സിലത് കൂടുതൽ നമ്മുടെ ബോധത്തിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവും. പണ്ട് ഈ ചില ആളുകളുണ്ട്, പണ്ടുള്ള ഈ അച്ചായന്മാരൊക്കെ ഈ ഒരു നിക്കറ് കാണും. ഈ നിക്കറിനടിയിലായിരിക്കും പൈസ ഇങ്ങനെ വെക്കുന്നത് കാണാം. ചില അച്ചായന്മാരുണ്ട്, ഈ ഉടുപ്പിനകത്തൊരു പോക്കറ്റ് ഉണ്ട്, അതിനകത്ത് വെക്കും. അവരയിലൊക്കെ കാശ് കാണും. അങ്ങനെയുള്ള പലരെ എനിക്കറിയാം. ഈ പണം ഇങ്ങനെ നേരെ സൂക്ഷിക്കുന്നവരെ പണം കാണത്തില്ല. പണം ഹൈഡായിട്ട്, അതായത് അല്പം മറച്ചു വെക്കണം. മനസ്സിലായില്ലേ? അങ്ങനെയുള്ളവരെ പണം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പം പണം അല്ലെങ്കിലും ATM കാർഡാണെങ്കിലും അങ്ങനെ വെക്കുക, പരീക്ഷിച്ച് നോക്കിയോ. ഇത് ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. പലർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവർക്കും പ്രയോജനം കിട്ടിയിട്ടുണ്ട്. പണം എപ്പോഴും ഹൈഡായിട്ട് വെക്കണം. ചില വലിയ ഈ അച്ചായന്മാർ എപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ അകത്ത് പൈസ വെക്കും. അവരൊക്കെ കാശുണ്ടായിരുന്നു, എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. അല്ലെ ചിലർക്ക് ഈ ഒരു പ്രത്യേക നിക്കറ് കാണും, മുണ്ട് കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ വലിയ നീളത്തിലൊരു നിക്കറ് കാണും, അതിൻ്റെ അകത്ത് പണം. അവരിലൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം പണം എപ്പോഴും ഹൈഡായിട്ടിരിക്കണം. അല്ലെങ്കിൽ ATM കാർഡാണെങ്കിൽ ഹൈഡായിട്ടിരിക്കണം. അത് ഈ മന്ത്രം ജപിച്ച് ഹൈഡാക്കി വെക്കുക എന്ന് വെച്ചാൽ മറച്ചു വെക്കുക. മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മനസ്സ് കൂടുതൽ ജാഗ്രതയാവും. അതൊരു രഹസ്യമാണ്. ഒന്നുകൂടെ പറയാം, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് മനസ്സ് കൂടുതൽ ജാഗ്രതയിലാകുന്നത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. ഇപ്പം ഞാൻ പലപ്പോഴും പറയാണ്ട് ഒരു ബുക്കിനകത്ത്, ഇപ്പോൾ ഇതൊരു രാമായണമാണെന്ന് വിചാരിച്ചു. ഇതിൻ്റെ അകത്ത് നമ്മളൊരു പേപ്പറിൽ എനിക്ക് ഇപ്പം 2028 അല്ലെ 2029 ഞാൻ വീട് വെച്ചു, അല്ലെ 2028 ഞാൻ വീട് വെപ്പ് നടന്നു, എനിക്കൊരു സ്ഥലം നടന്നു, അല്ലെ വീട് വെക്ക് നടന്നു എന്ന് പറഞ്ഞൊരു കാര്യം എഴുതി, ഒരു പേപ്പർ എഴുതി രാമായണമെന്ന് വിചാരിച്ചു. ഇതിനകത്ത് ഇങ്ങനെ വെക്കുക, ഇത് അടയ്ക്കുക. പിന്നെ ഇത് തുറന്ന് നോക്കരുത്. ഏതെങ്കിലും പുണ്യഗ്രന്ഥമോ ഏതെങ്കിലും ബുക്കാന്ന് വിചാരിച്ചു. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും ആ കാര്യം നടക്കും. അതിൻ്റെ കാര്യം എന്താണെന്നറിയുമോ? നമ്മളിത് ദിവസം തുറന്ന് നോക്കുന്നില്ല. ഹൈഡായിട്ട് ഒരു കാര്യം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ അത് ജാഗ്രത ഉണ്ടാകും. അതാണ് അതിൻ്റെ രഹസ്യം. ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഈ സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. അല്ല, നിങ്ങൾ ഈ പണം ഉള്ളവരെ എല്ലാം ശ്രദ്ധിച്ചു നോക്കുക. അവർ പണം എപ്പോഴും ഡയറക്റ്റ് ഈ പോക്കറ്റിൽ വെക്കത്തില്ല, ഹൈഡാക്കിയേ വെക്കത്തുള്ളൂ. അവർക്കൊന്നും വേറൊരു പോക്കറ്റ് കാണും, അല്ലെങ്കിൽ അകത്തൊരു പോക്കറ്റ് കാണും, അല്ലെങ്കിൽ ആ രീതിയിൽ പണം വെക്കത്തുള്ളൂ. അറിയാവുന്നവര് മനസ്സിലായി, ഇതിന്റെ രഹസ്യം അറിയാവുന്നവര്. ഇതൊരു രഹസ്യവിദ്യയാണ്. ഈ മന്ത്രം യാ ദേവി സർവഭൂതേഷു ലക്ഷ്മി രൂപേണ സംസ്ഥിതേ നമസ്തസ്യേ നമസ്തസ്യേ നമോ നമസ്തസ്യേ. ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഈ പണം എപ്പം വേണേലും നമ്മൾ എവിടെ വേണേലും സൂക്ഷിച്ചാൽ പണം വർദ്ധിച്ചു വരും. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ചൊവ്വാഴ്ചകളിൽ നമ്മൾ വീട്ടിൽ അല്പം പണം സൂക്ഷിക്കണം കേട്ടോ. പണം വർദ്ധിച്ചു വരും. ഇപ്പം പലരും അത് ചെയ്യുന്നുണ്ട്, അവർക്കൊക്കെ അതിന് ഗുണമുണ്ട്. അല്പം പണം ചൊവ്വാഴ്ചകളിൽ വീട്ടിൽ സൂക്ഷിക്കുക. ഈ മന്ത്രം ജപിച്ച് സൂക്ഷിക്കുക. അല്ലാതെ സൂക്ഷിച്ചാലും എങ്ങനെയാണേലും പണം വർദ്ധിച്ചു വരും, സംശയം വേണ്ട. ചൊവ്വാഴ്ചകൾ വീട്ടിലേക്ക് അല്പം അരിയോ ധാന്യങ്ങളോ ഒക്കെ വാങ്ങിയാലും ദാരിദ്ര്യം മാറും. അരി അപ്പോൾ മതിയോ, 1 കിലോ എങ്കിൽ 1 കിലോ,
കുറച്ച് മതിയെന്നേ, ചൊവ്വാഴ്ച ഒരു ചടങ്ങ് പോലെ നമ്മളത് ചെയ്യുക. ദാരിദ്ര്യം മാറും. ഇതൊക്കെ ഒരുപാട് ആളുകൾ പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്തുക. സത്യസന്ധമായ ലളിതമായ നല്ല കാര്യങ്ങളാണ്. പിന്നെ ഈ പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്ക് ചില രേഖകൾ കയ്യിൽ, ആ ചില രേഖകൾ തന്നെ ചില സൂചനകളാണ്. അപ്പോഴേ ഈ രേഖകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരാളുടെ കയ്യിലെ വലത് കൈയിലെ മോതിരവിരലിന് താഴെ വ്യക്തമായ രേഖ കാണുന്നു. ചിലപ്പോൾ ആ രേഖ മങ്ങിയ കാണുന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില കാര്യങ്ങൾ ചെയ്യണം, എന്നാലേ ജീവിതത്തിൽ മാറ്റം വരത്തുള്ളൂ. അപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ നോക്കിയൊക്കെ പറയുന്ന ആ രേഖ നല്ലതാണ്. പക്ഷെ അതല്ല, ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത്. ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം ചെയ്യാം. ഏതു കാര്യമാണെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാൽ, ഏത് പ്രശ്നമാണെങ്കിലും വ്യക്തമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് പരിഹാരം കിട്ടും. പ്രശ്നങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പരിഹാരം കിട്ടാത്തത്. നിങ്ങൾക്ക് പ്രയോജനമുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലേക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകിൽ നമ്മുടെ അടുത്തുള്ളത് അല്ലെ നമ്മളിലേക്ക് ആരെങ്കിലും കൊണ്ടുതരുന്നത്, നമ്മളിലേക്ക് വരുന്ന, ഇപ്പൊ ഇന്ന് എൻ്റെ അടുത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യം നമുക്ക് ഒരാൾ കൊണ്ടു തന്നു. അത് ആ ക്ഷേത്രം ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രം, ഏഴൂർ, തിരൂർ. അവിടെ പുനരുദ്ധാരണം നടക്കുകയാണ്. അപ്പം ഞാനപ്പോൾ എന്നിലേക്ക് വന്ന ഒരു കാര്യമാണ്. ഞാൻ അപ്പോൾ അവിടത്തേക്ക് എന്നെ കണ്ടു ഏറ്റവും ചെറിയൊരു സംഭാവന കൊടുത്തു. ഒരു ക്ഷേത്രത്തിന് പുനരുദ്ധാരണം നടക്കുക. ഇത് കൊടുത്തിട്ട് ആണ് ഞാൻ ഈ കാര്യം ഓർത്ത്. അപ്പം ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുക. അതായത് പിന്നെ ഇടയ്ക്ക് പുത്തങ്കായി പോകുമ്പം എന്നാലാവുന്ന പോലെ അവിടുത്തെ സ്ഥലം മേടിച്ചായിരുന്നു. അപ്പം അതിന് ഇച്ചിരി പൈസ ഇടയ്ക്ക് കൊടുക്കും, സന്തോഷത്തോടെ കേട്ടോ. അപ്പം ഇതിൻ്റെ അതൊക്കെ ഒരു കാര്യമുണ്ട്, എന്നാണെന്നറിയോ, ഈ നമ്മൾ പുനരുദ്ധാരണം നടക്കുന്ന ക്ഷേത്രങ്ങളിലേക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന മനസ്സന്തോഷത്തോടെ കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്, അത്ഭുതകരമായ കാര്യമാണ് പറയുന്നത്. അതായത് എനിക്ക് 1-2 അനുഭവങ്ങൾ നേരിട്ടറിയാം. അതായത് എനിക്ക് അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി ശിവക്ഷേത്രത്തിലേക്ക് വേണ്ടി പുനരുദ്ധാരണത്തിന് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനമായിരുന്നു. ഭയങ്കര ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന് ഒരു സർക്കാർ ജോലി പിന്നീട് കിട്ടി. ആരും പ്രതീക്ഷിച്ചതല്ല, ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ്. അത് നേരിട്ട് എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു ക്ഷേത്രമുണ്ട്, എനിക്കറിയാവുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഒരു ധന്വന്തരമൂർത്തിയുടെ ആണ്. അവിടെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് പരിചയമുള്ള ഒരു കുടുംബം, ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ ആയിരുന്നു. ആ കുടുംബത്തിലെ ആ ഗ്രഹനാഥന് എന്ത് തൊഴിൽ ചെയ്തിട്ടും എല്ലാം നശിച്ചു. പല ബിസിനസ്സുകൾ നോക്കി, പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയി, സ്വന്തമായിട്ട് പല പ്രസ്ഥാനങ്ങൾ ഇട്ടു, എല്ലാം പൊട്ടി നശിച്ചു പോയി. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിനെ ഗൾഫിന് കൊണ്ടുവന്നു. പക്ഷെ അതുകൊണ്ടും രക്ഷപ്പെട്ടില്ല, തിരിച്ചു വന്നു കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അടുത്തുള്ള ഈ ധന്വന്തരമൂർത്തിയുടെ ക്ഷേത്രത്തിൽ വന്നു. അവർ നല്ലൊരു ഭക്തയാണ്, നല്ലൊരു ഇതാണ്. ഇപ്പം അവിടുത്തെ പുനരുദ്ധാരണം നടത്തപ്പോൾ, പുനരുദ്ധാരണം പറഞ്ഞാൽ അവിടുത്തെ ഒരു കിണറെല്ലാം മോശമായിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ആ കിണർ പുതുക്കി പണിത് കൊടുക്കാമെന്ന് അവർ പറഞ്ഞു. അത് അവർ പുതുക്കി പണിത് കൊടുക്കുകയും ചെയ്തു. ഞാനവിടെ ഉണ്ടപ്പം, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. ആ പോക്കിന് അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നെ അവർക്ക് ഇന്ന് വരെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യം വന്നില്ല. വലിയ സമ്പത്ത്, സ്വത്ത്, വീട്, വാഹനം, എവറിത്തിങ്. പിള്ളേരെല്ലാം നല്ല നിലയിലായി. ഇത് ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം. അന്ന് നമ്മൾ പയ്യനാണ്. പക്ഷെ ഞാനത് പിന്നീട് ചിന്തിച്ചു. നമ്മൾ വിചാരിക്കും നമ്മൾ പുനരുദ്ധാരണം നടക്കുന്നു, ക്ഷേത്രത്തിലേക്ക് ഇപ്പം കൊടുത്തിട്ട് എന്നാ കിട്ടാനാ, അല്ലെങ്കിൽ എന്നൊക്കെ പലരും ചിന്തിക്കുക. അതൊക്കെ അവരവരുടെ കാഴ്ചപ്പാടെ, അറിവില്ലായ്മ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സന്തോഷമായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സന്തോഷമായിട്ടായിരിക്കണം കൊടുത്താൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ജീവിതം എന്നേക്കുമായി രക്ഷപ്പെടും. അത് ഏത് ക്ഷേത്രത്തിലേക്കും കൊടുക്കാം. നമ്മുടെ അടുത്തുള്ള അല്ലെ ദൂരെയുള്ള നമ്മുടെ അറിവിൽ വരുന്ന, നമുക്ക് പറ്റുമെങ്കിൽ, നമുക്ക് അപ്പം അതിനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ. അത്ഭുതകരമായ കാര്യമാണ് കേട്ടോ, അത്ഭുതകരമായ കാര്യമാണ്. ഞാൻ കൊടുക്കാറുണ്ട്. ഇത് പല ആളുകളുടെ അനുഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾക്ക് അത് ശരിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ, അല്ലെ നിങ്ങളുടെ അടുത്ത്, അല്ലെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഏതെങ്കിലും ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം
ഞാൻ ഇപ്പോഴും കൊടുത്തിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശ്രീ കൊറ്റംകുളങ്ങര ശിവഭഗവതി ക്ഷേത്രം, കൊറ്റംകുളങ്ങര, ഏഴൂര്, തിരൂര്, മലപ്പുറം. അപ്പൊ അത് എൻ്റെ കയ്യിലേക്ക് വേറൊരു രീതിയിൽ ഒരാൾ കൊണ്ട് തന്നതാണ് അതിന്റെ ഡീറ്റെയിൽസ്. ഞാനപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുത്തു. ഇത് എന്നിലേക്ക് വന്ന ഒരു കാര്യം, അതുകൊണ്ടാണ്. കാരണം മലപ്പുറത്തു നിന്ന് ഞാൻ ഒരിക്കലും അങ്ങോട്ട് പോയതല്ല, ഒരാൾ എനിക്ക് കൊണ്ടു തന്നു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തേക്കാം എന്ന് പറഞ്ഞു. സന്തോഷത്തോടെയാണ് കേട്ടോ, ഹൃദയത്തിൽ നിന്ന്. ഈ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് ജീവിതത്തിൽ നിന്ന് നെട്ടോട്ടം ഓടിയിട്ട് രക്ഷപ്പെടുന്നില്ലെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. ഒരു സംശയം വേണ്ട, ഇതിനകത്തൊക്കെ കാര്യമുണ്ടെന്നേ. ഈ അറിയാൻ വയ്യാത്തവരാണ് അതെന്തിനാ ഇതെന്തിനാന്നൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ അതെന്തിനാ ഇതെന്തിനാന്ന് പറഞ്ഞ ജീവിതം മുഴുവൻ നടക്കത്തേ ഉള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, അവർ ചെയ്യും, അവർ രക്ഷപ്പെടുകയും ചെയ്യും. ചിലർ എന്നോട് ചോദിക്കാറുണ്ട്, നമശിവായ അല്ലെ ശിവനെ വിളിച്ചാൽ പെട്ടെന്ന് അങ്ങ് എടുക്കുവോ? ചിലർ വാട്സപ്പിൽ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന, ഒരിക്കലും ഒരു വ്യക്തിക്കും കർമ്മം ആണ് ഭൂമിയിലേക്ക് വരുന്നതും ആ കർമ്മം തീരാതെ ഇവിടുന്ന് പോകത്തുമില്ല. അതിനൊരു ഈശ്വരനും കൈ കടത്തത്തില്ല. മനസ്സിലായില്ലേ? തെറ്റായ അറിവുകളുടെ പുറകെ പോകരുത്. നമ്മളെ ഈശ്വരനെ വിളിക്കുക. അതായത് കർമ്മം തീരാതെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് പോകത്തില്ല. കർമ്മം കൊണ്ടായി ഭൂമിയിലേക്ക് വരുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഈശ്വരനും കൈ കടത്തത്തില്ല. അത് സത്യമാണ്. പിന്നെ നമുക്ക് ശിവനെ വിളിച്ചാൽ നമ്മുടെ ദുരിതങ്ങൾ മാറും, നമുക്ക് ഉയർച്ച ഉണ്ടാകും, ഐശ്വര്യം ഉണ്ടാകും, ഭഗവാൻ അനുഭവം ഉണ്ടാകും. അതെല്ലാവരും വിളിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. അപ്പം ഞാനൊരു അറിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാതാവിനെയും പിതാവിനെയും നിങ്ങൾ പറ്റുമെങ്കിൽ കാലിൽ തൊട്ട് വന്നിക്കണം, അല്ലെ മനസ്സുകൊണ്ട് കാലിൽ തൊട്ട് വന്നിക്കണം. അവരോട് സ്നേഹത്തോടെ പെരുമാറണം, അവർക്ക് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവർക്ക് അത്യാവശ്യത്തിന് പണം കൊടുക്കണം, അവരുടെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം, അവർക്ക് സ്നേഹം കൊടുക്കണം. അപ്പം ചിലർ വിചാരിക്കും, ഇപ്പം അമ്മയെ അങ്ങനെ കാല് തൊട്ട് വന്നിച്ചാൽ, അച്ഛനെ ഇപ്പം കാല് തൊട്ട് വന്നിച്ചാൽ എന്നാ ഗുണം? സത്യമായിട്ട് ഞാൻ പറയുന്നു, ഗുണമുണ്ട് ഹേ. അതുകൊണ്ടേ ഗുണമുള്ളു ഹേ. സത്യമായിട്ട് പറയുക. നിങ്ങളുടെ ജീവിതം മാറും, തലവരെ മാറും. ഏത് ആപത്തിൽപ്പെട്ടാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു വഴി തുറന്നു കിട്ടും. നിങ്ങൾ അവിടെ ഇവിടെ സാമ്പത്തിക തട്ടിപ്പുകളെ, കലഹങ്ങളെ, കുടുംബഛിദ്രങ്ങളെ ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പം വിചാരിക്കുക, അമ്മയ്ക്ക് അല്ലെ അച്ഛന് ഇതിനുള്ള ശക്തി ഉണ്ടോ? അതെങ്ങനെയാണെന്നറിയോ? ഈ അച്ഛനും അമ്മയിലൂടെ ആണല്ലോ നമ്മൾ ജന്മം എടുക്കുന്നത്. അവരില്ലേ നമ്മളില്ല. ഇങ്ങനെ സംസാരിക്കാൻ നമ്മളില്ല, അല്ലെ ജീവിക്കാൻ നമ്മളില്ല. അവരുള്ളതുകൊണ്ടാണ് നമ്മളുള്ളത്. അപ്പം നമ്മുടെ കൺകണ്ട ഈശ്വരൻ അച്ഛനും അമ്മയുമാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ ഗുരു, അത് കഴിഞ്ഞേ ഉള്ളൂ ഈശ്വരൻ. ഇനി അച്ഛനെയും അമ്മയും വന്ദിക്കുന്നതുകൊണ്ട്, അവരെ ബഹുമാനിക്കുന്നതുകൊണ്ട്, അവരെ സ്നേഹിക്കുന്നതുകൊണ്ട് എങ്ങനെ നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഈശ്വരൻ അച്ഛനും അമ്മയിലൂടെയാണ് നമുക്ക് ഈ ഭൂമിയിൽ ഒരു പിറവി തന്നത്. ആ ഈശ്വരനിൽ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ നമ്മൾ അവരുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ, അവരെ വണങ്ങുമ്പോൾ ആ ഈശ്വരനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. മനസ്സിലായോ? അച്ഛനും അമ്മയിലൂടെ തന്നെയാണ് ആ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കുന്നത്. അവരുടെ മനസ്സെന്ന് പറയുമ്പോൾ, അവർ തലയെ കൈവച്ച് അനുഗ്രഹിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന ഈശ്വരനാണ്. കാരണം ഈശ്വരൻ അവരിലൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയെ വന്നത്. നമുക്ക് ഈശ്വരാനുഗ്രഹം അവരിലൂടെയാണ് വഴി. അതുകൊണ്ടാണ് മാതാപിതാ കഴിഞ്ഞ ഗുരു കഴിഞ്ഞ ദൈവമുള്ളൂ. അവരിലൂടെയാണ് വഴി. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മാതാവും പിതാവും കൺകണ്ട ദൈവങ്ങളാണ്. പിതൃ പ്രീതി ഇല്ലാതെ ലോകത്ത് എന്ത് ഒക്കെ ചെയ്താലും നമുക്ക് അതിൻ്റെ ഫലങ്ങൾ, എന്തൊക്കെ നമ്മൾ ജീവിതം മാറാൻ ചെയ്താലും അതൊക്കെ പൂർണ്ണമാകണമെന്നില്ല. മാതാവിൻ്റെയും പിതാവിൻ്റെയും അനുഗ്രഹം വേണം. കാരണം അതാണെല്ലാം. അങ്ങനെ അച്ഛനെയും അമ്മയെയും ഇപ്പോഴും പാദം തൊട്ട് വന്നിക്കുന്നവരോ അല്ലെ മനസ്സുകൊണ്ട് വന്നിക്കുന്നവരോ അതുപോലെ നോക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ നല്ല കുടുംബം, നല്ല ഭാര്യ, നല്ല മക്കൾ, അവർക്കൊന്നും ഒരു ആപത്തുകളോ ഒരു തട്ടിപ്പുകളിലോ ഒരു പ്രശ്നങ്ങളുമില്ല. അതാ മാതാവിൻ്റെ പിതാവിൻ്റെ അനുഗ്രഹമാണ്. അവര് മനസ്സെന്ന് പറയുമ്പോൾ ഈശ്വരൻ അവരിലൂടെ പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഈശ്വരനാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരനും മാതാവിലും പിതാവിലൂടെയാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതും. മാതാവിലും പിതാവിലൂടെ ഈശ്വരൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. നമുക്കൊരു ഈശ്വരാധീനം വേണമെങ്കിലും മാതാവിനെ പിതാവിനെ വണങ്ങുന്നതോടെ ആ ഈശ്വരനിലേക്കാണ് അത് എത്തുന്നത്. ഈശ്വരനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, നിങ്ങൾ തന്നെ മാതാവിനെ പിതാവിനെ വന്ദിക്കും. നിങ്ങൾക്ക് അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ഒരു സാമ്പത്തിക തട്ടിപ്പിലും പോയി ചാടത്തില്ല. നിങ്ങൾ തൊഴിൽ ചെയ്താലും വിജയിക്കും. ആത്മാർത്ഥമായിട്ടായിരിക്കണം. തൊഴിൽ ചെയ്താലും വിജയിക്കും. നിങ്ങൾക്ക് നല്ല കുടുംബം ഉണ്ടാകും, നല്ല മക്കളുണ്ടാകും. അതിനോളം
വലിയ അനുഗ്രഹം വേറെ ഇല്ല. കാരണം അവരുടെ മനസ്സ് നിറയുമ്പോൾ ഈശ്വരൻ പ്രവർത്തിക്കും. അവരിലൂടെയാണ് ഈശ്വരൻ പ്രവർത്തിക്കുന്നത്. ആണ് അതിൻ്റെ അകത്ത് രഹസ്യം. അല്ലാതെ അവർ കൈവച്ചു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ അത്ഭുത ശക്തി ഉണ്ടെന്നല്ല, അവരുടെ മനസ്സ് നിറയുമ്പോൾ ഈശ്വരൻ അവരിലൂടെ പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് ഇന്നത്തെ കാലത്ത് എല്ലാ കുട്ടികളും എല്ലാ വീട്ടിലും എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞാൽ തന്നെ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും. ചില നാളുകാരുണ്ട്, പുണർദം, പൂരാടം, അനിഴം, മകം. പുണർദം, പൂരാടം, അനിഴം, മകം, 4 നാളുകാർ. പെട്ടെന്ന് 4 നാളുകാർ ഞാൻ പറയുന്നതേ ഉള്ളൂ, പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഈ 4 നാളുകാര് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദാമ്പത്യ ഐക്യക്കുറവ് ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണം കേട്ടോ. അതായത് പുണർദം, പൂരാടം, അനിഴം, മകം, ഈ 4 നാളുകാര് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഉണ്ടായാലും അത് കോംപ്രമൈസ് ചെയ്ത് ഐക്യത്തിൽ പോകാൻ ശ്രമിക്കണം. ഈ 4 നാളുകാർക്ക് സന്താനങ്ങളെ കൊണ്ട് ചെറിയ മനോദുഃഖങ്ങളോ ഒക്കെ ഉണ്ടാകാം മറ്റു നാളുകാരെ അപേക്ഷിച്ച്. അപ്പോൾ ഇതിനെല്ലാം ഞാൻ ഒരു പരിഹാരം പറഞ്ഞുതരാം. കൃഷ്ണനെ മുറുകെ പിടിച്ചാൽ മതി. നിങ്ങൾ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പോയി ത്രിമധുരവും തുളസിമാലയും ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും ചെയ്ത് പ്രാർത്ഥിക്കുക. ശിവന് തിങ്കളാഴ്ച വൈകുന്നപാട് നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച ചുവന്ന പൂക്കൾക്കുള്ള മാലയും കടുംപായസവും ഭാഗ്യസുപ്ത പുഷ്പാഞ്ജലിയും ചെയ്ത് പ്രാർത്ഥിക്കുക. അത് ആഴ്ചയിലോ മാസത്തിലോ ചെയ്യാം, നിങ്ങളുടെ സൗകര്യം. വെള്ളിയാഴ്ച ഗുരുവായൂർ പോയി തൊഴണം, അമ്പലപ്പുഴ പോയി തൊഴണം. ഗുരുവായൂര്, അമ്പലപ്പുഴ, ഏറ്റുമാനൂര്, ചോറ്റാനിക്കര, പായിപ്പാട് പുത്തൻകാവിൽ ഭഗവതി ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഇടയ്ക്കൊന്ന് പോകണം. ഒരു കുഴപ്പവും വരത്തില്ല. നിങ്ങളുടെ ജീവിതം നന്നായിട്ട് പോകും, നിങ്ങളുടെ മക്കൾക്കും ഉയർച്ച ഉണ്ടാകും. അങ്ങനെ ജീവിതം ഏറ്റവും ഐശ്വര്യത്തോടെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന, ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യുന്നത്. പറഞ്ഞ് മനസ്സിലായി? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിക്കേണ്ട കാര്യമില്ലെന്ന്. ഈശ്വരാധീനമുണ്ട് ഇതെല്ലാം മാറിപ്പോകുന്നത്. ചില ക്ഷേത്രങ്ങൾക്ക് ഈ ജീവിതം മാറ്റാനുള്ള ശക്തിയുണ്ട്. എല്ലാ ക്ഷേത്രങ്ങളും ശക്തി ഉള്ളത് തന്നെയാണ്. പിന്നെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചില ക്ഷേത്രങ്ങൾ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എല്ലാ ക്ഷേത്രങ്ങൾക്കും ശക്തിയുള്ളത് തന്നെയാണ്. അപ്പം ഇത് ഇങ്ങനെ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ആശ്ചര്യകരമായ കാര്യമാണ്, അത്ഭുതകരമായ കാര്യമാണ്. അല്ലാതെ നമ്മൾ ജീവിതം മാറാൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് ജീവിതം മാറ്റുന്നത്. ചിലരുടെ ഗ്രഹനിലയിൽ 7 കേതു നിൽക്കുന്ന ഞാൻ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് പലയിടത്തും ആവർത്തിക്കാൻ കണ്ടിട്ടുണ്ട്. ഈ ലഗ്നാല് അല്ലെ ചന്ദ്രാലായിക്കോട്ടെ, ലഗ്നാലോ 7 കേതു നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഐക്യക്കുറവുകൾ. അതുപോലെ 7 ഒരു ശുഭനും പാപനും നിന്നാലും അത് സംഭവിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ 7ാം ഭാവാധിപതി അനിഷ്ടസ്ഥിതിയിലാണെങ്കിലും സംഭവിക്കാം. പിന്നെ വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷമുണ്ട്. ഇപ്പം മിഥുന ലഗ്നമാണ് എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇനിയും കന്നി ലഗ്നമാണ് എങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. വ്യാഴത്തിന് കേന്ദ്രാധിപത്യ ദോഷം വന്നാൽ അത് വളരെ കുറച്ച് പ്രതിസന്ധി ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ജീവിതത്തെ ബാധിക്കാം. മനസ്സിലായില്ലേ? അപ്പം ഇതിലെല്ലാം നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ചെയ്തു പോയാൽ മതി, ഒരു കുഴപ്പമില്ല. ഏറ്റവും നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകും. ഐക്യത്തിലെ, സന്തോഷത്തിലെ, സമാധാനത്തിലെ, സമ്പത്തിലെ സുഹൃതമായ ഒരു ജീവിതം ഉണ്ടായി വരും. പറഞ്ഞാൽ മനസ്സിലായി? അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. അത് അറിഞ്ഞാൽ ജീവിതത്തിൽ മാറ്റം വരും. ഇപ്പം എന്നോട് ഞാൻ പുത്തങ്കാവ് അമ്പലത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പോയിട്ട് 4 മണി എൻ്റെ ഓഫീസിൽ 10 മണി വരെ 1 മണി വരെ വെള്ളിയാഴ്ചകളിരിക്കും. കാരണം അമ്പലത്തിൽ വരുന്നവർ ഒന്ന് കാണാൻ, അവർ വരുവാണെങ്കിൽ അവരെ കാണാൻ വേണ്ടിയാണ്. അപ്പം ഇന്ന് എന്നോട് വന്ന ഒരു അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇതുപോലുള്ള നല്ല കാര്യങ്ങളൊന്നും പലപ്പോഴും ആരും കാണുന്നില്ല. അപ്പം ഞാൻ സത്യസന്ധമായിട്ട് അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നല്ല കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് ആ മനുഷ്യൻ കാണുന്നത് ഇങ്ങനെ ഓട്ടം ഓടുന്നത്. അതിൻ്റെ അനുഭവിക്കുന്നുമുണ്ട് ഇല്ലേ? അനുഭവിക്കുന്നില്ലേ? നല്ല കാര്യങ്ങൾ അറിയുന്നവർക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകുന്നുണ്ട്. അല്ലാത്തവർ ഓടിക്കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയത്തില്ല. സാറേ എനിക്ക് അവിടെ നഷ്ടം, ഇവിടെ നഷ്ടം, എനിക്ക് കടം, അതവർ ചെയ്യുന്ന അതുപോലുള്ള കാര്യങ്ങളും അവരുടെ അറിവുകളും അതുപോലെ. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്താൽ ജീവിതത്തിൽ അതിൻ്റെ ഗുണം ഉണ്ടാകും. അങ്ങനെ മനസ്സിലാക്കുന്നവർക്ക് ഉണ്ടാകുന്നുമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. നല്ല കാര്യങ്ങൾ എപ്പോഴും ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും കൈക്കൊണ്ട തരത്തില്ല. നമുക്ക് ഈശ്വരാധീനം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ചിലപ്പോൾ ഒരു അറിവിൻ്റെ രൂപത്തിൽ ഒരു വീഡിയോ എത്തുന്നു. അത് കാണാനുള്ളൊരു ക്ഷമയും അതൊക്കെ ദൈവം നിശ്ചയിക്കുന്ന സമയം. അങ്ങനെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. പിന്നെ നമ്മുടെയും കൂടെ പ്രയത്നം ഉണ്ടാകണം.
എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമ. ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.